ഇന്ന് നമ്മൾ അറബിക് ഫ്ലോറലാണ് ചെയ്യുന്നത്. സ്പൈറൽ കൊടുത്ത് അതിന് ചുറ്റും ഒരു റൗണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ റൗണ്ടിന് മുകളിലായിട്ട് ഫുള്ളായിട്ട് ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഡോട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെറ്റൽസിന് വേണ്ടിയിട്ട് ഈ ഒരു ഹാർട്ട് വരുന്ന ഷേപ്പാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആ ഡോട്ട്സിലൊന്നും കണക്ട് ചെയ്യാത്ത രീതിയിൽ ആ റൗണ്ട് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പെറ്റൽസിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഓരോരോ ലൈനായിട്ടാണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് പേസ്റ്റ് പുറത്തേക്ക് വരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും നിലത്ത് തട്ടിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഡോട്ട്സിലൊന്നും തട്ടിക്കാത്ത രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ പെറ്റൽസിന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും ആ ഫ്ലവർ കാണാൻ. അടുത്തൊരു ഫ്ലവർ വരച്ച സമയത്ത് ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. പെറ്റൽസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത്. സ്പൈറൽ കൊടുത്തിട്ട് അതിന് ചുറ്റും നമ്മൾ സി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് നമ്മൾ റാ ഷേപ്പ് ഉണ്ടല്ലോ, അതാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഉള്ളിൽ സി പോലെ വരച്ച ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ താഴേക്ക് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോരോ ലൈനായിട്ടാണ് ചെയ്യുന്നത്. പുറത്ത് നമ്മൾ തിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ഫ്ലവേഴ്സ് കാണിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ.